ഇന്ത്യ റാവൽപിണ്ടി ആക്രമിച്ചുവെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ. റാവൽപിണ്ടി നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചുവെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്ഥിരീകരിച്ചു. 10-ാം തീയതി പുലർച്ചെ 2:30-ക്ക് നൂർഖാൻ താവളത്തിലും മറ്റു ചില സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണമുണ്ടായെന്ന് സൈനിക മേധാവി അസീം മുനീർ അറിയിച്ചുവെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാദ്യമായാണ് തങ്ങളുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത്. ചൈനീസ് യുദ്ധവിമാനങ്ങൾക്കെതിരെ ഇന്ത്യ പുത്തൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചുവെന്നും തദ്ദേശീയ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ തിരികെ ഉപയോഗിച്ചത് എന്നും ഷഹബാസ് ഷെരീഫ് അവകാശപ്പെട്ടു. രാജ്യത്തെ രക്ഷിക്കാൻ മാത്രമാണ് പാക് സൈന്യം ശ്രമിച്ചത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 3 യുദ്ധങ്ങൾ നടത്തിയിട്ടും ഇന്ത്യയും പാകിസ്ഥാനും ഒന്നും നേടിയില്ലെന്നും സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. കശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യാമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സമാധാനം ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട പാക് സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സംസാരിക്കവെയാണ് സമാധാനമാകാമെന്ന് പാക് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് സേന തകർത്തത് 600 പാക് ഡ്രോണുകളാണ്. 4-5 പാക് ഡ്രോണുകൾക്ക് മാത്രമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വെട്ടിക്കാനായത്. ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു. അവയെല്ലാം ഇന്ത്യൻ സേന തകർത്തു. ഡ്രോണുകളിൽ മുൻതൂക്കമുണ്ട് എന്ന പാകിസ്ഥാന്റെ അവകാശവാദം പൊളിച്ചുവെന്നാണ് സേനാ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി 1000-ലധികം ആർമി എയർ ഡിഫൻസ് സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ പോലെയുള്ള ചെറിയ ലക്ഷ്യങ്ങളെ തകർക്കാനായി സജ്ജമാക്കിയതാണ് ഇവ. ഇതിനൊപ്പം 750 ഹ്രസ്വദൂര ലഘു മിസൈൽ സംവിധാനവും ഒരുക്കിയിരുന്നു. ഇവ സംയോജിതമായാണ് ഡ്രോണുകളെ നേരിട്ടത്. ഡ്രോണുകൾക്കെതിരെ ആകാശ്, ബരാക് S-400 സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ചെലവ് വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇത് മുന്നിൽ കണ്ടാണ് ഇന്ത്യ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചത്. ഇതിലൂടെ റഡാർ സിഗ്നേച്ചറുകൾ പാക് വ്യോമസേനയ്ക്ക് ലഭിക്കുന്നത് കുറയ്ക്കാനുമാകും. പാക് സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ഇന്ത്യ മറ്റൊരു പദ്ധതിയുമൊരുക്കി. യുദ്ധവിമാനമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രത്യേക സംവിധാനമൊരുക്കി പാകിസ്ഥാനിലേക്ക് ഡ്രോണുകളെ അയച്ചു. ഇന്ത്യൻ യുദ്ധവിമാനമെന്ന് തെറ്റിദ്ധരിച്ച് പാകിസ്ഥാൻ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്യുകയും ഇന്ത്യ അയച്ച ഡെമ്മി എയർക്രാഫ്റ്റിനെ ആക്രമിക്കുകയും ചെയ്തു. ഇതിലൂടെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ ഇന്ത്യക്ക് കൃത്യമായി മനസ്സിലാക്കാനായി. ഈ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ അയച്ചതോടെ 11 പാക് സേനാ കേന്ദ്രങ്ങളിലാണ് നാശം വിതയ്ക്കാനായത്. ഇന്ത്യയുടെ തന്ത്രത്തിൽ വീണ പാകിസ്ഥാന് പ്രതികരിക്കാനുള്ള സമയം പോലും ലഭിച്ചില്ല. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമാണ് എന്നും സമയം വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പാകിസ്ഥാന് വ്യക്തമായി മനസ്സിലാക്കുന്ന തരത്തിൽ തിരിച്ചടിയുണ്ടാകുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. അതിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ മധ്യസ്ഥത വഹിക്കാൻ കഴിഞ്ഞത് വലിയ വിജയമാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 അയൽക്കാർ തമ്മിലുള്ള ദേഷ്യം നല്ല കാര്യമല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. വെടിനിർത്തൽ കരാറിന് നേതൃത്വം വഹിച്ചത് തന്റെ ഭരണകൂടമാണ് എന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നതിനിടെയാണ് അത് തങ്ങളുടെ വിജയമാണ് എന്നും അവകാശപ്പെടുന്നത്. അതേസമയം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഗണ്യമായി കുറയ്ക്കുന്ന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പൂർത്തിയാകാൻ വർഷങ്ങൾ വേണ്ടിവരുന്ന കനാലുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഇന്ത്യ തുടങ്ങിവെച്ചിരിക്കുന്നത്. ചെനാബ്, ഝലം, സിന്ധു നദികളിൽ നിന്നുള്ള ജലം ഇന്ത്യയിലേക്ക് വഴിതിരിച്ചുവിടുന്ന പദ്ധതികളാണ് ആരംഭിച്ചത്. കരാർ പ്രകാരം പാകിസ്ഥാന് അവകാശപ്പെട്ട നദികളാണ് ഇവ 3. ചെനാബ് നദിയിലെ രൺബീർ കനാൽ വികസിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നുവെന്നാണ് വിവരം. കനാൽ വികസിപ്പിച്ചാൽ സെക്കൻഡിൽ 150 ഘനമീറ്റർ വരെ വെള്ളം ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാനാകുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ ഇത് 40 ഘനമീറ്റർ മാത്രമാണ്. 19-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ കനാലിന് 60 കിലോമീറ്ററോളം നീളമുണ്ട്. ഇതിന്റെ നീളം 120 കിലോമീറ്റർ വരെ ആക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. പൂർത്തിയായാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് കാര്യമായി ബാധിക്കുക. ഇവിടങ്ങളിലെ കാർഷിക മേഖല ജലക്ഷാമത്തെ തുടർന്ന് തകർച്ചയിലാകുമെന്നാണ് പാകിസ്ഥാന്റെ ആശങ്ക.